നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, ഇഷ്ടം മറ്റുള്ള അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ്സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. സിക്സ് ഓഫ് വാൻസ് എനർജിയാണ് ഇവിടെ. ഈ റിലേഷനിൽ ഒരു നിങ്ങളുടെ പേഴ്സൺ ഒരു പ്രപ്പോസലോ ആയിട്ട് അല്ലെങ്കിൽ ഒരു അവരെ ഒരു ഈ കമ്മിറ്റ്മെന്റിലോട്ട് വരുന്ന ഒരു എനർജിയാണ്. ഈ റിലേഷൻ കൂടുതൽ സ്ട്രെങ്തൻ ആക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഇവിടെ ഇതിലൊരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് വരുന്നു എന്നുള്ളതാണ് കേട്ടോ. എല്ലാവർക്കും അല്ല, കുറച്ച് ആളുകൾക്ക്. അതല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനിൽ വെച്ച് കണ്ടുമുട്ടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. നിങ്ങളിപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ആരെങ്കിലും മാരേജിൽ പോവുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ നെയ്ബേഴ്സിൻ്റെ മാരേജ് അല്ലെങ്കിൽ നിങ്ങൾ നാട്ടിൽ അറിയുന്ന ആളുകളുടെ ഒരു മാരേജ് ഫംഗ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു മീറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. 3 ഓഫ് വാൻസ് എനർജിയാണ് ഇവിടെ. നിങ്ങൾ പേഴ്സൺ ഈ റിലേഷനിൽ ഉറച്ചു നിൽക്കുന്ന ഒരു എനർജിയാണ് കേട്ടോ. അതായത് ഈ റിലേഷൻ അവർക്ക് വേണം എന്നുള്ള ചിന്ത അവരുടെ മനസ്സിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇത് ഒരിക്കലും വിട്ടുകളയാൻ ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻ അല്ല. അവരുടെ ലൈഫിൽ ഈ ഒരു കണക്ഷൻ വേണം, അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു എനർജിയാണ് അവർക്ക് കാണിക്കുന്നത്. 9 ഓഫ് വാൻസ് എനർജിയാണ്. ചിലപ്പോൾ സാഹചര്യങ്ങൾ ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തടസ്സമായിട്ടുണ്ടായിരിക്കാം. അപ്പം ഇവർ കൺഫ്യൂസ്ഡ് ആണ്, അല്ലെങ്കിൽ അവർ പേടിക്കുന്നുണ്ട് ഇത് മുന്നോട്ട് സക്സസ്ഫുൾ ആക്കി എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിൽ. അപ്പം അങ്ങനെ ഒരു കൺഫ്യൂഷനും ഒരു പേടിയൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് സാഹചര്യങ്ങൾ മൂലം അവർക്ക് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ നഷ്ടപ്പെടും എന്നുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ റിലേഷനിൽ ചില സമയത്ത് അവർ മാറി നിൽക്കുന്നത് സാഹചര്യം കൊണ്ടായിരിക്കാം കേട്ടോ. ഇത് ഈ റിലേഷനിലൊരു മുന്നോട്ടൊരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ മുന്നോട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റില്ലേ എന്നുള്ളൊരു പേടി കൊണ്ടായിരിക്കാം അവർ ചില സമയത്ത് മാറി നിൽക്കുന്നത്. പക്ഷേ അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഫീലിങ്സ്, ഈ റിലേഷനോട് ഈ റിലേഷനിൽ അവരെടുക്കുന്ന ഒരു സീരിയസ്നെസ് ഒക്കെ അവർ ഒരു സത്യസന്ധമായിട്ട് തന്നെയാണ് അതിനെ കാണുന്നത്, അല്ലെങ്കിൽ റിലേഷനെ കാണുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇത് സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് അങ്ങനെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അതുകൊണ്ടാണ് ചില സമയത്ത് അവർക്ക് സ്റ്റേബിളായിട്ട് ഈ റിലേഷൻ നിൽക്കാൻ പറ്റാണ്ടാവുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ദ എംപ്രസ് എനർജിയാണ്. അതായത് അവർ കൂടുതൽ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരു സെൽഫ് ലവ് ചെയ്യുന്ന എനർജിയിലോട്ട് അവർ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെ ഒരു എനർജി നിൽക്കുന്ന പേഴ്സൺ തന്നെ ആയിരിക്കാം ഇവർ. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഇത്രയും ഒരു അട്രാക്ഷൻ അവരോട് കൂടുതൽ തോന്നുന്നത്. നിങ്ങളാണ് ഇതുപോലെ ഒരു സെൽഫ് ലവ്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങളുടെ കരിയറിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കുറച്ചുകൂടി ഫോക്കസ് നിങ്ങൾ കൂടുതൽ കൊടുക്കുന്ന പേഴ്സൺ ആണെങ്കിൽ നിങ്ങളോട് കുറച്ചുകൂടി അട്രാക്ഷൻ തോന്നും. നിങ്ങളുടെ എനർജി ലെവൽ അപ്പോൾ ഹയർ ആയിരിക്കും. അപ്പോൾ നിങ്ങളെ മറ്റുള്ളവർ കൂടുതൽ അട്രാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു എനർജി ലെവലിലോട്ട് നിങ്ങൾ പേഴ്സൺ മാറിയിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. അവരാണെങ്കിൽ ഒരു എംപ്രസ് എനർജി എന്ന് പറയുമ്പം ഇമോഷണലും ആണ്. അവരുടെ കാര്യങ്ങളിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു എന്ന് കരുതി അവർക്ക് സ്നേഹമില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. സ്നേഹമുണ്ട്, പക്ഷേ അവരുടെ ഇമോഷൻസ് അവർ കുറച്ചുകൂടി ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ജഡ്ജ്മെന്റ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തിന് എന്തായാലും യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്നൊരു ഈ ഒരു ജഡ്ജ്മെന്റ് വരും. അതായത് ഒരു പോസിറ്റീവായിട്ടുള്ള ജഡ്ജ്മെന്റ് എന്തായാലും ഉണ്ടാവും. എല്ലാവർക്കും പോസിറ്റീവായിട്ടുള്ള ജഡ്ജ്മെന്റ് തന്നെ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. കാരണം ഒരു ടോക്സിക് റിലേഷനാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് അത് മാറ്റി നിർത്തുക, ആ ഒരു പേഴ്സണെ നിങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുക എന്നുള്ളതായിരിക്കും യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളിൽ നിന്ന് റിമൂവ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ അതൊരു ബ്ലെസ്സിങ്സ് ആയിട്ടാണ് നിങ്ങൾ കരുതേണ്ടത്. ചിലപ്പോൾ നിങ്ങൾക്ക് ആ പേഴ്സണോട് ഒരുപാട് ഇമോഷണൽ അഡിക്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു അഡിക്ഷനിൽ നിന്ന് പുറത്തു വരാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ ഈ ടോക്സിക് റിലേഷൻ നിങ്ങൾക്ക് വേണം എന്നുള്ള ടെൻഡൻസി ആയിരിക്കും. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളിൽ നിന്ന് അത് എടുത്ത് കളയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നല്ലതിനാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് മെസ്സേജ് കണ്ടു നോക്കാം ഏഞ്ചൽസിൻ്റെ.
വിത്തിൻ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നാണ് കാണിക്കുന്നത്. അടുത്ത മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ റിലേഷനിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് വരും എന്നുള്ളതാണ് കേട്ടോ. പീസ്ഫുൾ റെസൊല്യൂഷൻസ് എന്നാണ് കാണിക്കുന്നത്. ഇത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു ഈ യൂണിവേഴ്സിൻ്റെ ആ ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ യൂണിവേഴ്സ് മുന്നോട്ട് എടുക്കുന്ന ആ ഒരു ഡിസിഷൻ നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ ഒരു സമാധാനം കൊണ്ടുവരും എന്നുള്ളതാണ്. ഒരു ടോക്സിക് റിലേഷനാണ്, അത് നിങ്ങളിൽ നിന്ന് എടുത്ത് കളയുക എന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. പക്ഷെ പിന്നീട് നിങ്ങൾക്കത് ഒരു സമാധാനമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളോട് അത്രയും ടോക്സിക് അല്ലാതെ നിങ്ങളെ ഒരു സോൾ കണക്ഷനുള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് തിരികെ വരിക എന്നുള്ളത് ആയിരിക്കും നിങ്ങൾക്ക് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ യൂണിവേഴ്സായിട്ട് കൊണ്ടുവരും എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലോസ് കൂടി നോക്കാം. ആയിരത്തി 1989 ഭരണി, രോഹിണി, ജനുവരി, 1997 ഒക്ടോബർ, ലെറ്റർ എ, ആയില്യം, തിരുവാതിര, 1991 ലെറ്റർ സി, മകം, എറണാകുളം, ലെറ്റർ ബി, ലെറ്റർ വൈ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.